ഒരിടത്തിൽ ഉപദ്രവമുണ്ടായാൽ ദൈവത്തിന്റെ പദ്ധതിയാണ് ആ ഉപദ്രവമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുകയാണ് എന്നിവിടെ കാണുകയാണ്. ഒരുപക്ഷെ ഉപദ്രവം ഉണ്ടാകാതിരുന്നെങ്കിൽ എല്ലാവരും യെരൂശലേമിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചും പാടിയും സ്തോത്രം ചെയ്തും ആരാധിച്ചും കൃപാവരങ്ങൾ പങ്കിട്ടും ഇരുന്നേനെ. ഉപദ്രവമുണ്ടായപ്പോൾ ദൈവത്തിന്റെ വചനം 1:8 പറഞ്ഞത് നിറവേറുകയാണ്. അവർ യഹൂദിയിലേക്ക് പോകുന്നു, മറ്റു ചിലർ ശമരിയയിലേക്ക് പോകുന്നു. ശമരിയയിലേക്ക് പോവുകയാണ്. അപ്പൊ ശമരിയയിലേക്ക് പോയത് ആരെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന ശേഷം അവിടെ അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ചെയ്തത് എന്തൊക്കെയാണെന്നാണ് ആ 8 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഒന്ന്, താൻ പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? അപ്പോസ്തല പ്രവൃത്തി 1:8 നിറവേറുകയാണ്, പ്രവചനം നിറവേറുകയാണ്, ദൂത് നിറവേറുകയാണ് എന്നല്ല പ്രസംഗിച്ചത്.